ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RJ അഞ്ജലി പുള്ളിക്കാരത്തെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവര് ഈ അടുത്തിടയിൽ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഒരു പ്രാങ്ക് ചെയ്യുകയുണ്ടായി. പുള്ളിക്കാരത്തെ പ്രാങ്ക് ഒക്കെ ചെയ്ത് അത്യാവശ്യം വൈറലായ ഒരു വ്യക്തിയാണ്. പ്രാങ്കിങ് ആണ് ഇവരുടെ മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത്. പ്രാങ്ക് ഒക്കെ നമ്മൾ ആസ്വദിക്കുന്നതാണ്. പക്ഷേ ഈ RJ അഞ്ജലിയും ഇവരുടെ കൂടിയിരിക്കുന്ന ആ ഒരു പെങ്കൊച്ചും കൂടി വിളിച്ചിട്ട് ഇവരുടെ തൊഴിലിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വളരെ മോശമായിട്ട് അതിനെ പോർട്രേറ്റ് ചെയ്യുന്ന തരത്തിൽ ഭയങ്കര വൃത്തികെട്ട രീതിയിലൊരു സാധനമാണ് അവർ ചെയ്തത്. ഞാൻ ഇപ്പോൾ ഈ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RJ അഞ്ജലി ഇന്ന് രാവിലെ ഒരു മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ടും ആളുകളുടെ തെറിവിളി തീർന്നില്ല. ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിന്നെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം 2 മെഴുകൽ വീഡിയോ ആണ് ചേച്ചി ഇട്ടിരിക്കുന്നത്. എന്താണെങ്കിലും കാര്യം ഒന്ന് വ്യക്തമാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ആദ്യത്തെ ആ ഒരു പ്രാങ്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആ പ്രാങ്ക് വീഡിയോ ഞാൻ ഇവിടെ നിന്ന് വെക്കാവേ. അപ്പൊ കുണ്ടിക്കാ ചേച്ചി കുണ്ടിയില്ലേ, കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഒന്നുകൂടെ വിളിക്കട്ടാ? മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചു. ആദ്യം കയ്യിലിട്ട് തരുമോ കാലിലിട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു. അവസാനം എന്നിട്ട് ചോദിക്കുക, എന്റെ ഫിയാൻസിക്ക് സർപ്രൈസ് കൊടുക്കാൻ, ആദ്യ രാത്രിയിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുണ്ടിക്ക് മെഹന്തി ഇട്ട് തരുമോ. ഇത് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ കക്കാണ് കിടന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടു നിന്ന പ്രേക്ഷകർക്കും വേറെ ആർക്കും ഇത് ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്തില്ല. തെറിവിളി അങ്ങോട്ട് തുടങ്ങി, നല്ല പൂര തെറിവിളി. അവസാനം വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഓടിക്കളഞ്ഞു. ഒടുവിൽ സാധനം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയ RJ അഞ്ജലി ആദ്യം ഒന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് 1-2 പോസ്റ്റ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു പോസ്റ്റ്. Booty henna. Booty henna is termed used to describe the application of henna design specifically on the buttocks. കുണ്ടിയിലിടുന്ന ഹെന്ന ഉണ്ട് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോട്ടോയും പുള്ളിക്കാരത്തി വെച്ചിട്ടാണ് അതിനെ ആദ്യം ഒന്ന് മെഴുകാൻ ശ്രമിച്ചത്. അവിടം കൊണ്ടും നിന്നില്ല. ഇതിൻ്റെയൊക്കെ കമന്റ് സെക്ഷൻ ഓഫാണ് കേട്ടോ, ഓണാക്കാനുള്ള ധൈര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെ സർക്കാസം എന്നുള്ള തരത്തിലാണെന്ന് തോന്നുന്നു. സ്റ്റോറിയിൽ പിള്ളേച്ചനെ പിടിച്ചു കഴിഞ്ഞാൽ കുണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പിള്ളേച്ചനെ കൊണ്ടുപോയിക്കോളും എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ മീശമാതല്ല പിള്ളേച്ചന്റെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. പിള്ളേച്ചൻ കേരളം കത്തിക്കുമോ? കാരണം പിള്ളേച്ചനെ കുണ്ടി കാണിച്ച കേസ് ഇവിടെ എല്ലാം ഫേമസ് ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ ചേച്ചിയുടെ ന്യായീകരണവും മെഴുകലും ഒന്നും വില പോയില്ല. എന്തു പറഞ്ഞാലും തെറിവിളി എന്നൊരവസ്ഥയിലോട്ട് ആയപ്പോഴത്തേക്ക് ഒരു ക്ഷമാപണം വീഡിയോ ആയിട്ട് RJ അഞ്ജലി വന്നിരിക്കുകയാണ് ഗൈസ്. അത് ഇന്ന് രാവിലെയാണ് പോസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത വീഡിയോ നമുക്കൊന്ന് കാണാം. ക്ഷമിക്കണം, ഇത് നിങ്ങൾ കാത്തിരുന്ന വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മനസ്സിലാവുമല്ലോ, കാരണം അജാതി തെറിവിളിയാണ് ഗൈസ്. പെറ്റ തള്ള പോലും കണ്ടാൽ സഹിക്കാത്ത തരത്തിലുള്ള തെറിവിളിയാണ് കമന്റ് സെക്ഷനിൽ ഇവർ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ എടുത്തിട്ട് പൊങ്കാലിട്ട് സഹിക്കാൻ പറ്റൂല. അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ്. അല്ല, താങ്കൾ ഒറ്റയ്ക്കല്ലോ ആ ഒരു പ്രാങ്ക് ചെയ്തത്. മറ്റേ കൊച്ചിനെയും കൂടെ വിളി, അതിനെയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് ക്ഷമ ചോദിക്കും. ആ പെങ്കൊച്ചാണ് ആ ഒരു ഡയലോഗ് അടിച്ചത്. ഒന്നുകൂടെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പിന്നെയും വിളിച്ചത്. ആ ഓപ്പോസിറ്റ് എന്ന സ്ത്രീ മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ അവർ കോള് കട്ട് ചെയ്തിട്ട് പോയി. അവർ നിങ്ങൾ രണ്ടാമത് വിളിച്ചപ്പോഴും എടുത്തില്ല. വേറെ വല്ലതും ആയിരുന്നെങ്കിൽ നല്ല പുഴുത്ത തെറി കേട്ടേനെ. അപ്പം ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നല്ല ക്ഷമാപണം നടത്തേണ്ടത്. മറ്റേ ആ കക്ഷിയുടെ വിളി, അതിനെയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് ക്ഷമാപണം നടത്തുക. കാര്യം നിങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്ത വീഡിയോ ഇല്ലയോ? രണ്ടുപേരും വേണം വിളിക്കങ്ങോട്ട്. ിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മീശ മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ്. അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത്. വീഡിയോ പബ്ലിഷ് മീശ മാധവനിലെ വിഷുക്കണി പിള്ളേച്ചന്റെ തലയിലോട്ട് ചാർത്തിയിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയായിരുന്നു. കാര്യം ഈ കുണ്ടി പ്രശ്നങ്ങളെല്ലാം പിള്ളേച്ചൻ അങ്ങ് ഏറ്റെടുത്തോളുമല്ലോ. അതിനെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് കളയാൻ ശ്രമിക്കുമല്ലോ. പക്ഷെ ആ ഒരു പരിപാടിയും ഇവിടെ അങ്ങോട്ട് വില പോയില്ല, ഏറ്റില്ല. ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ല, അത് നിങ്ങളുടെ തെറ്റല്ല. അങ്ങനെയൊക്കെ വിചാരിക്കണമെങ്കിൽ കുറച്ച് ബോധം വേണം, കുറച്ച് വിവരം വേണം. അതില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും വിചാരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ തെറ്റല്ല കേട്ടോ. അതിലേക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തിയെ റാൻഡമായി വിളിക്കുകയല്ല, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും. അതെ, അവരുടെ പേര് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരുടെ ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ആ ഒരു സ്ത്രീയുടെ ഫോൺ നമ്പർ കാണാം. ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അതാണ് എഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് വിവരമില്ല എന്ന് നിങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് RJ അഞ്ജലി.
ന്യായീകരണങ്ങൾക്കും പ്രസക്തിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ച, എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. പക്ഷെ ഇവിടം കൊണ്ടൊന്നും ആളുകൾ നിർത്തിയില്ല ഗൈസ്. മാപ്പ് പറഞ്ഞ് വന്നിട്ടും തെറിവിളിക്ക് ഒരു കുറവുമില്ല. അജാതി കണ്ണുപൊട്ടുന്ന തെറിവിളി. സഹിക്കാൻ പറ്റൂല, ഉള്ള കാര്യം പറയാമല്ലോ. എന്തായാലും 1-2 മാന്യമായിട്ടുള്ള കമന്റ് ഞാൻ കാണിക്കാം. മാന്യമായിട്ടുള്ള കമന്റ് ആണ്. ഓക്കെ, ഗീതി സംഗീത ചേച്ചി നമുക്ക് അറിയാമായിരിക്കും, നമ്മുടെ ചുരുളിക്കകത്തൊക്കെ ഉള്ള ചേച്ചിയാണ്. നിങ്ങൾക്ക് കുറെ സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട്. ചുരുളിക്കകത്ത ചേച്ചി അറിയാലോ. ചേച്ചി ഭയങ്കര ചേച്ചിയാണ്. ചേച്ചി വരെ വന്ന് വലിച്ചു കയറി കമന്റ് ഇട്ടിട്ടുണ്ട്. ഷേമോണിയോ RJ അഞ്ജലി, അവർ മാന്യമായി തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. നിങ്ങൾ ഒരു തവണ വിളിച്ച് ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ച ശേഷം അവർ കോൾ കട്ട് ചെയ്തപ്പോൾ വീണ്ടും അവരെ വിളിക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? പറയങ്ങോട്ട്. നിങ്ങൾ ഇത്രയും ആർത്തുല്ലസിച്ചിരിക്കാൻ വേണ്ടി അവിടെ എന്തുണ്ടായി? പറയങ്ങോട്ട്. അവരുടെ മര്യാദ കൊണ്ട് അവർ കാൾ കട്ട് ചെയ്തു. വീണ്ടും ആ നമ്പറിൽ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നതും ഇനി പരിചയമില്ലാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളി വന്നാൽ പേടിയല്ലട, അല്ലാതെ അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ? പറയണോ അങ്ങോട്ട്? പഴിയോ? ഇതിൽ കൂടി എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് വീണ്ടും വന്നിട്ട് ന്യായീകരിക്കുള്ള നിങ്ങളുടെ തൊലിക്കട്ടി സമ്മതിച്ച് തന്നിരിക്കുന്നു. മീശമാധവൻ കണ്ടതുകൊണ്ടാണ് അത്രയും അവർ ബോധ്യപ്പെടുത്താൻ ഈ നാടകം. സത്യം അവിടെ എല്ലാം കൂടെ മീശമാധവന്റെ തലയിൽ പിള്ളേച്ചന്റെ തലയോട്ടം കണ്ടിട്ട് വന്നിരുന്ന് മെഴുകുകയാണ് കേട്ടാ. ഈമാതിരി കമന്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കമന്റും കൂടെ വന്നിട്ടുണ്ട്. അഖില സുഷമ ഇട്ട കമന്റ് ആണ്. സ്റ്റോപ്പ് ദിസ് എക്സ്പ്ലനേഷൻ മൈ ഡിയർ. പ്രാങ്ക് എന്ന് പറഞ്ഞ് തോന്നിമാസം കാണിക്കുമ്പോൾ എല്ലാ കാലത്തും അതൊക്കെ സമൂഹം പോട്ടെ എന്ന് വെക്കുന്നത് കരുതിയോ? അല്ല. പക്ഷെ അങ്ങനെയല്ല. ടു ബി ഫ്രാങ്ക്, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഈ ചെറ്റത്തര വർത്താനം പറഞ്ഞതെങ്കിൽ തീർച്ചയായും ഞാൻ നിയമപരമായി മുന്നോട്ട് പോകുമായിരുന്നു. തീസിസ് അണ്ടർ സൈബർ ഹരാസ്മെന്റ് അണ്ടർ ഇന്ത്യൻ തീസിസ് അണ്ടർ സൈബർ ഹരാസ്മെന്റ് അണ്ടർ 2 ഇന്ത്യൻ ലോ ലൈക്ക് സെക്ഷൻ 355A IPC സെക്ഷൽ ഹരാസ്മെന്റ്, സെക്ഷൻ 67 ഓഫ് ദ IT ആക്ട്, പബ്ലിഷിംഗ്, ട്രാൻസ്മിറ്റിംഗ് ആൻഡ് ഓപ്ഷൻ, എങ്ങനെ കുറെ സെക്ഷനൊക്കെ എഴുതി വെച്ചിട്ട് മാതിരി കണ്ട കമന്റാണ്. വിവരമുള്ള ആൾക്കാരാണ് കേട്ടാ. നല്ല സെക്ഷനൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് തരുന്നത്. അങ്ങനെ ഇജാതി കമന്റ്. ഇത് മാന്യമായിട്ടുള്ള കമന്റാണ് ഞാൻ വായിച്ചത്. മാന്യമല്ലാത്ത കമന്റ് നമുക്കിവിടെ വായിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ ചേച്ചിയുടെ ആദ്യത്തെ മെഴുകലും ഏറ്റില്ല. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രണ്ടാമത്തെ മെഴുകൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും രണ്ടാമത്തെ മെഴുകൽ വീഡിയോ കാണാം. നമസ്കാരം, ഞാൻ RJ അഞ്ജലി. ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കാരണം, ഇതിൽ വന്ന പ്രതിഷേധം കാരണം എൻ്റെ RJ പണി പോയി. അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഞാൻ കഴിഞ്ഞ 12 വർഷമായി വർക്ക് ചെയ്തിരുന്ന FM സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു. ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന RJ ആണ്. ഈ ആരോപണം തെറ്റാണ്. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട്. ഇതിനിടയിൽ എത്ര പ്രാങ്ക് കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എൻ്റെ കൈവശം പോലും ഇല്ല. നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ 2 വീഡിയോ തന്നെയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ. ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുണ്ടിപ്രയോഗം വന്നല്ലോ. ഇവരുടെ പഴയ ഒരു കുണ്ടിപ്രയോഗത്തിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതും കൂടെ ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന്. ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വരണ്ട, എനിക്ക് യൂട്യൂബ് തന്നെ അവർ റെക്കമെൻഡേഷൻ തന്ന് RJ അഞ്ജലിയുടെ പ്രാങ്ക് എന്നും പറഞ്ഞാണ് ഫ്രണ്ട് കിടക്കുന്നത്. കുണ്ടി ഫ്രൈ എന്നും പറഞ്ഞിട്ടൊരു പ്രാങ്ക് യൂട്യൂബ് തന്നെ കുത്തിപ്പൊക്കി നമുക്ക് ഇട്ട് തരുവാണ്. ഞാൻ ആ വീഡിയോ കൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. വകുപ്പിലേക്ക് സ്വാഗതം. ഹലോ വിശ്വൽ. ഈ പെങ്കൊച്ച് എല്ലാത്തിനും അതുണ്ട്. ഇതിനെയാണ് വിളിച്ചിവിടെ ഇരുത്തേണ്ടത്. ഓക്കെ, ബൈക്കൊക്കെ ഉണ്ടോ? ഓടിക്കാറുണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഓടിക്കാറുണ്ടല്ലോ. പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ തന്നെയാണോ പാർക്ക് ചെയ്യുന്നത്? അപ്പാർട്ട്മെന്റില് പാർക്കിംഗ് തന്നിടത്താണ് നമ്മൾ. അല്ല, വെയിലത്ത് പാർക്ക് ചെയ്യുമ്പോഴേ സൂക്ഷിക്കണം. കുണ്ടി ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. കുണ്ടിയില്ലേ, അത് ഫ്രൈ ആവാൻ സാധ്യതയുണ്ട്. വെയിലത്ത് വെക്കുമ്പോഴില്ലേ അത് ചിലപ്പോ ഫ്രൈ ആയി പോകും. ആവശ്യമുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കാര്യങ്ങൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ട. മനസ്സിലായി. കണ്ടല്ലോ, കുണ്ടി ഫ്രൈ എന്നാണ് അതിന്റെ ക്യാപ്ഷൻ തന്നെ കൊടുത്തേക്കുന്നത്. RJ അഞ്ജലി കോമഡി. ഇതിനകത്ത് എവിടെയാണ് കോമഡി? നമുക്ക് കോമഡി എന്ന് തോന്നിയില്ല കേട്ടോ. ഈ ഒരു സാധനം ആൾക്കാർ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് പൊതുവെ ഒരു പേര് വീണ്. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ വന്ന് ചേച്ചി പറഞ്ഞത്. മനസ്സിലായോ? എന്താണെങ്കിലും കുണ്ടി എന്ന് പറയുന്ന വാക്ക് 2 വട്ടം ഉപയോഗിച്ച സ്ഥിതിക്ക് വേറെയും വാക്കുകൾ ഉണ്ടല്ലോ, അതും ഉപയോഗിച്ചിട്ടുണ്ടാവും. ഒന്ന് പരിശോധിച്ചാൽ അതും കിട്ടും. ബാക്കി മെഴുകൽ കേൾക്കാം. പല പല ആംഗിളിൽ നിന്നിരുന്ന് മെഴുകാൻ ചേച്ചി കഷ്ടപ്പെടുന്നുണ്ട്. ആദ്യം നേരെ വെച്ചു, പിന്നെ ഇങ്ങനെ കൈവച്ച് പിടിക്കുന്നു. അങ്ങനെ പല പല ആംഗിളുകളിലുള്ള മെഴുകലാണ് നിങ്ങൾ കാണുന്നത്.
യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. അയ്യോ ശരിയാണ്, എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട്, ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട്. 3 വീടുകൾ നമുക്ക് വച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ 2 വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം. വളരെ നല്ല കാര്യം. നിങ്ങൾ ഇത്രയൊക്കെ സഹായങ്ങളൊക്കെ ആൾക്കാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട, കൈയടിക്കേണ്ട പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് കന്നന്തിരി വന്ന് വീഡിയോക്കകത്ത് പറയാനുള്ളൊരു ലൈസൻസ് ഒന്നും ആരും തന്നിട്ടൊന്നുമില്ല ഇവിടെ. മനസ്സിലായ? നിങ്ങൾ ഇത്രയും വലിയ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരാളുടെ തൊഴിലിനെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസും ആരും ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അനുഭവിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ മുന്നിൽ തന്നെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഉണ്ട്. പണ്ട് ഒരു കുണ്ടി പ്രശ്നത്തിൽ അകത്ത് പോയ വ്യക്തിയാണ് ബോച്ചെ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം വന്ന ഒരു കേസ് കൊടുത്തപ്പോഴും പുള്ളി അകത്ത് പോയി. നിങ്ങളൊരു സ്ത്രീ ആയതിന്റെ പേരിലാണ് ഇപ്പോഴും പുറത്ത് കിടക്കുന്നത്. സീരിയസ്ലി ഇതൊരാണാണ് വന്നിരുന്ന് പറഞ്ഞതെങ്കിൽ അവനിപ്പോ അകത്ത് കിടന്നേനെ. സ്വയമേ വേണമെങ്കിൽ പോലീസ് കേസ് എടുത്ത് ബുക്കെടുത്ത് അകത്തിട്ടേനെ. മനസ്സിലായോ? നേരത്തെ ഒരു കമന്റ് വായിച്ചതിനകത്തുണ്ടല്ലോ, അതിനകത്ത് വകുപ്പുകൾ ആ കൊച്ച് എണ്ണി പറയുന്നു വെക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ചുമത്തി കഴിഞ്ഞാൽ നല്ലൊരു കേസിനുള്ള വകുപ്പുണ്ട്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. എനിക്ക് ഈ തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല, ഈ തൊഴിലിനോട് താല്പര്യമില്ല, ഈ സമൂഹത്തിനോട് താല്പര്യമില്ല. ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടു. ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എൻ്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ, എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കൂ. ശരിയായിരിക്കാം, നിങ്ങൾ അവരുമായിട്ട് ഇടപഴകുന്നതും അല്ലെങ്കിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു 25 വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അച്ഛനെ അത്രയും നാളായിട്ട്, ആ 25 കൊല്ലമായിട്ട് അച്ഛ 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 എന്നാണ് വിളിച്ചോണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവൻ അച്ഛന്റെ കാരണം നോക്കി ഒരൊറ്റ അടിയും കടിച്ച്. ആ മൊമെന്റ് തൊട്ട് അവൻ തന്തേത്തല്ലിയാണ്. മനസ്സിലായോ? പിന്നെ അവനെ മൊത്തം തന്തേത്തല്ലി എന്ന് അവൻ അറിയപ്പെടുത്തുള്ളൂ. ഇത്ര അതിനെ വന്നിട്ട് പറയാൻ പാടില്ല ഞാൻ 25 കൊല്ലമായിട്ട് അച്ഛനായിരുന്നു വിളിച്ചോണ്ടിരുന്നത്, ഇപ്പം വന്നൊന്ന് മാറ്റി പറഞ്ഞെന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അങ്ങനെ ഒന്നും കാണാൻ പാടില്ല എന്നും അങ്ങനെ ഒന്നും പറഞ്ഞേക്കല്ലേ കേട്ടാ. അപ്പൊ ഇത്രയും നിങ്ങൾ അവരുമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അവരുടെ തൊഴിലിനെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണോ അതോ അറിവോട് കൂടി ചെയ്തതാണോ? അതെനിക്ക് മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ, ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ, ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു. അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം. അവരെ നമ്മളും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് വിവി ഹിയർ ഉണ്ടല്ലോ, അവൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് ഏതാണ്ട് 2-3 മിനിറ്റ് അവരോട് സംസാരിച്ചു. ഇവൻ വിളിച്ചിട്ട് ആദ്യം ചോദിച്ചത് മെഹന്തി ആർട്ടിസ്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ ഫോണിൽ റെക്കോർഡിംഗ് ഓണാക്കി. കാര്യം നേരത്തെ ആ കമന്റിനകത്ത് വായിച്ചതിന്റെ കൂട്ട് ഒരു അൺനോൺ കോളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കത് എടുക്കാൻ മടിയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വിളിക്കുവാണോ എന്നുള്ളൊരു പേടി ആ ഒരു എടുത്തപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് അവർ റെക്കോർഡിംഗ് ഓണാക്കിയത്. അവർ പാനിക്കായിട്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണ്? നിങ്ങളുടെ ഈ കോളിന്റെ പരിപാടിയാണ്. അവർ നമ്മളോട് പറഞ്ഞ കാര്യം അവർക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതിനായിട്ട് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ പേരോ ഒന്നും പുറത്ത് പറയുന്നുമില്ല. എന്താണെങ്കിലും ഇവർക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അവർ അന്നേരം നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നീട് ഇവർ വിളിച്ച് ഒത്തീർപ്പായോ ഒന്നും കാര്യം അറിയില്ല. എന്താണെങ്കിലും അന്ന് വിളിച്ച സമയത്ത്, കോൺടാക്ട് ചെയ്ത സമയത്ത് വിവിയുടെ അടുത്ത് പറഞ്ഞത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ നിൽക്കുകയാണെന്നാണ്. മേ ബി അതുകൊണ്ടായിരിക്കും പിന്നെയും ഒരു മാപ്പ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല, അതിൽ ആത്മാർത്ഥത കുറവുണ്ട്, ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു. എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു. അത് അഞ്ജലി, അത് പറയാൻ കാരണമുണ്ട്. നിങ്ങൾ ഈ ഒരു വിഷയം ഭയങ്കര വൈറലായതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിയിൽ പിള്ളേച്ചനെ കൂട്ടുപിടിച്ച് അതിനെ ഒരു സർക്കാസമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. പിന്നീട് പോസ്റ്റ് ഇട്ടു, ബൂട്ടി ഹെന്ന ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ പിന്നെയും മെഴുകാൻ ശ്രമിച്ചു. ഇതെല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായ ആ ഒരു മൊമെന്റിലാണ് നിങ്ങൾ ക്ഷമാപണം എന്നും പറഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത്. അതും ഒറ്റയ്ക്ക്. കൂട്ടുകക്ഷിയെ വിളി, അതാണ് ആദ്യം വന്ന് മാപ്പ് പറയേണ്ടത്. ആ പുള്ളിക്കാരത്തെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. നിങ്ങൾ സൈഡിൽ നിന്ന് ചിരിച്ചത് മാത്രമേ ഉള്ളൂ, സപ്പോർട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ. കുറ്റം ചെയ്ത ആൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് എന്താണ്, നിങ്ങൾക്ക് തെറിവിളി അല്ലെങ്കിൽ ഇത്ര നെഗറ്റീവിലോട്ട് സാധനം പോകുന്നത് കണ്ടത് മനസ്സിലായപ്പോൾ നിങ്ങൾ വന്ന് ഒരു ക്ഷമാപണം നാടകം അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞു എന്നേ നമുക്ക് കരുതാൻ പറ്റും. അതുകൊണ്ട് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും ബാക്കി മെഴുകിലൂടെ കാണാം. നിന്റെ ചിരി എവിടെ പോയടി, നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി, ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചിരിച്ച് സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല. പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു, ബൈ. ഇനി കുറച്ച് നാളത്തേക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം അത്രയും
കിടജോസ്കി നമ്മൾ കേട്ടില്ലാത്ത തരത്തിലുള്ള തെറിവിളിയൊക്കെയാണ് ഫേസ്ബുക്കിലും ഇവരുടെ ഇൻസ്റ്റാ പോസ്റ്റിന്റെ അടിയിലും അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ അടിയിൽ. എൻ്റെ വീഡിയോ അടിയിൽ തന്നെ കുറേ പൂഴ്ത്തു തെറി വന്നു. ഞാൻ കുത്തിന്ന് കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാര്യം അത് എൻ്റെ കമന്റ് സെക്ഷനിൽ കണ്ടിട്ട് എനിക്ക് തന്നെ തൊലിയുരിഞ്ഞു പോകുന്നു. അമ്മാതിരി തെറിവിളി. അപ്പോൾ പിന്നെ അവരെടുത്ത് ചിരിയോടറാന്ന് ചോദിക്കുന്നത് നമ്മൾ മോശമാണ് കേട്ടോ. അവർക്ക് ചിരിക്കാൻ പറ്റൂല. അവരിനി കുറച്ച് നാളത്തേക്ക് ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റ് ആർക്കും സംഭവിക്കാം, സ്വാഭാവികമാണ്, നമ്മളത് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് തെറ്റല്ല. നിങ്ങളിത് പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി സ്വയബോധത്തോടെ ചെയ്ത കാര്യമാണ്. ഇതിനെ നമുക്ക് തെറ്റിന്റെ ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല, വിവരമില്ലായ്മയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ പിന്നെ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. അങ്ങോട്ട് മാന്യമായി ഇരുന്നങ്ങോട്ട് അനുഭവിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഒരു വീഡിയോയും കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മറ്റേ ഇന്ന് യഥാർത്ഥ കക്ഷി അതിനെ വിളി, അവരെ കൊണ്ട് മാപ്പിന്റെ വീഡിയോ ഇടിപ്പി. അത് അവരാണ് വന്ന് മാപ്പിന്റെ വീഡിയോ പറയേണ്ടത്, അല്ലാതെ നിങ്ങളല്ല. ആദ്യം കുണ്ണിയെ പറ്റി ചോദിക്കട്ടെ എന്ന് പറഞ്ഞത് അവരാണ്, ചോദിച്ചത് അവരാണ്. ഫിയാൻസിയുടെ കാര്യം പറഞ്ഞത് അവരാണ്, പിന്നീട് ഒന്നുകൂടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞത് അവരാണ്. അതിനെ വിളി, അതാണ് വന്ന് മാപ്പ് പറയേണ്ടത്. ഇത് നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റിന് രണ്ടുപേരും വന്ന് മാപ്പ് പറയണം, അല്ലാതെ ഒരാൾ വന്നിരുന്ന് ടയർ പിടിച്ചിട്ട് കാര്യമില്ല. ഇതും കൈൻഡ് ഓഫ് മെഴുകലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ ശരി, ബൈ.